എങ്ങനെയാ തുടങ്ങല്ലേ? തുടങ്ങാം. വേണ്ട, തുടങ്ങിയാ മതി. ഓക്കെ, തുടങ്ങാം. തുടങ്ങി. അപ്പൊ എങ്ങനെയാ ഇന്നത്തെ പരിപാടി? എങ്ങനെയാ ഇന്നത്തെ പരിപാടി? വീഡിയോസ് ആരും ഞാൻ ചോദ്യം ചോദിക്കാം. എന്ത് ചോദ്യം? ഹൗ ഒന്നും വേണ്ട, വല്ല മലയാളത്തിൽ ചോദിക്കാവോ? ഹൗ അറിയുന്നോ? അല്ല, ഹൗ എം ഐ. ഓക്കെ, അപ്പോ മലയാളം മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പേടിയ എന്തിന്? ആരെങ്കിലും സംഭവം എന്താ വെച്ച് കഴിഞ്ഞാ, തനിക്കൊരു വിഷമം വന്നാൽ അല്ലെങ്കിൽ ഇപ്പോ താൻ ഭയങ്കര മാനസിക വിഭ്രാന്തിയിലാണെങ്കിൽ താൻ എങ്ങനെ അതിനെ ഡീൽ ചെയ്യും? അതിനെ വിഭ്രാന്തി ഭയങ്കര മെന്റലി അപ്സെറ്റാ, മാനസികമായി അപ്സെറ്റാ. അതിന് മറ്റേ ഇതിലൊരു വേർഡ് പറയും, അറിയാമോ നിനക്ക്? എനിക്കറിയത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? അത് മാന്താൻ വേണ്ടി, മാന്താനല്ല, മാറ്റാൻ വേണ്ടി. സോറി, നിന്റെ പൊളിയായിട്ടുണ്ട്. നീ അഭിനയിക്കാൻ, ഞാൻ പപ്സ് തിന്നുക. വന്നു കഴിഞ്ഞാൽ നിനക്കല്ലോ എനിക്കല്ലോ വിഷമം. അടുത്തേക്ക് ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അങ്ങനെ മുട്ടയുണ്ടോ? മുട്ട അവിടെ. അയ്യോ, മുട്ട ഞാൻ പോണ്ടി വരാം. സൂം ചെയ്ത് കാണിക്കാം. ഇവന് വിഷമില്ല, എനിക്ക് മാത്രം. അയ്യോ അല്ല, എനിക്ക് അതിന് ഞാൻ പറയട്ടെ. ചോദിക്കടി. ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല. ഇല്ല, അത് പറ്റില്ല. ചോദിക്ക്. എന്ത്? അത് ചോദിക്ക്. എനിക്ക് വിഷമം വന്നാ അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വിഷമം വന്നാ, നീ വിഷമിക്കും. ടോക്സിസിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വിഷമം വരാം. അതിന് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാം അതിനെ പറ്റിട്ട്. ടോക്സിസിറ്റി കെട്ടിക്കടന്ന് കിട്ടിയിട്ട് ടോക്സിസിറ്റി. ടോക്സിസിറ്റി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കും പപ്സ് ഇങ്ങനെ എടുത്തിട്ട് സോസിൽ അങ്ങോട്ട് മുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇന്നത്തെ ഒരു തീറ്റ വീഡിയോ ആയി പോയോ എന്ന് ചെറിയ സംശയമുണ്ട്. ചുണ്ടോമൊക്കെ പൊടിയാ. മറ്റേ മുട്ടയുടെ ആ ഫ്ലേവറിങ് കയറി വരുമ്പോഴുണ്ടല്ലോ, എന്തൊക്കെ ടേസ്റ്റ് ഇതിൽ വരുന്നത്? മുട്ടയും ലൂക്കാണ്. അല്ല, അങ്ങനെ ആരെങ്കിലും തോന്നി കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മളൊരാടെയും അല്ലേ? അതെ. ഇതിങ്ങനെ എടുത്തിട്ട് ഈ മുട്ടയുടെ അത് കണ്ടോ, കാണണ്ടോന്നറിയില്ല. മുട്ടയുടെ ഉള്ളിൽ നീ കാണിച്ചോ മഞ്ഞക്കുരു. ഞാൻ അത് കഴിച്ചു തീർക്കട്ടെ. എന്നിട്ട് ഈ സോസ് ഭയങ്കര ഈ മുട്ടയുടെ ഫ്ലേവർ എന്താന്ന് അറിയോ നിങ്ങക്ക്? നീ വന്ന ടോപ്പിക്കിന്ന് മാറിപ്പോയി. നീ ഇപ്പൊ മുട്ടയിലേക്കാ പോകുന്നത്. സോറി. അത് കഴിക്കടാ. ഓടിപ്പിക്കണ്ട. കരിമണ പൊടി. ടോക്സിസിറ്റി പറഞ്ഞു സംസാരിച്ചു തുടങ്ങി നീ ഇതിനെ കുറിച്ച്. അതാണ് ഇന്നത്തെ നമ്മുടെ കഥ. നമ്മുടെ കഥ മാറി ടോപ്പിക്കിലേക്ക് കയറിയോ? ഇല്ല, എന്നാ കഥ പറയാലോ. അതിനെ കുറിച്ച് പെട്ടെന്ന് ആദ്യം തന്നെ കാര്യം പറയാം. ടോക്സിസിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയോ? പപ്സ് കഴിക്കണം. അതിനെ പറ്റി അത് വിട്, അത് കഴിഞ്ഞു. കഴിച്ചോളാം. നീ ഇതിന് റിലേറ്റഡ് എന്തെങ്കിലും സ്റ്റോറി ഉണ്ടെങ്കിൽ അത് പറയാ. സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് എന്റെ ലൈഫില്. അത് പറയാം. ഉണ്ട്. തന്റെ ലൈഫിലുണ്ടോ? എന്റെ ലൈഫിൽ ഇന്ന് നിന്റെ കഥ നീ പറയാം. ഞാൻ പിന്നെ പറയാലോ. എന്റെ ലൈഫിൽ കഥയോട് കഥകളാണ്. നിന്റെ ലൈഫിൽ ടോക്സിസിറ്റിനെ പറ്റി പറഞ്ഞു. എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇവിടെ. എന്താ അറിയോ? ഇല്ലെന്നേ, നീ പറഞ്ഞല്ലേ അറിയുള്ളൂ. ഇത് എന്നോട് എനിക്ക് ഒരു മാനേജറിന്റെ മലയാളം എന്താ? ഒരു കമ്പനിയിലെ മെയിൻ ആള്. അങ്ങനെ പറഞ്ഞൂടാ. അങ്ങേര് കണ്ടാലോ വീഡിയോയിലെ ക്യാപ്ഷന്റെ. അറിയില്ല മാനേജർ. എനിക്കൊരു മാനേജർ ഉണ്ടായിരുന്നു. ആ പുള്ളി ഭയങ്കര ടോക്സിക് ആയിരുന്നു. അല്ല, നീ ടോക്സിക് ആയിരുന്നു. പുള്ളി ഇങ്ങനെ ഞാനൊരു കുറെ കാലം അവിടെ ജോലി ചെയ്തു. അതങ്ങനെയല്ല ഞാൻ വേണ്ട, അതങ്ങനെയല്ല കഴിക്കുന്നത്. നീ പറ, കുറെ കാലം ജോലി ചെയ്തു. ഞാൻ കുറെ കാലം ഞാൻ ജോലി ചെയ്തിട്ട് അയാൾ എന്നെ അതാക്കാം ഇതാക്കാന്നൊക്കെ പറഞ്ഞു പറ്റിച്ചു. അതെ. നീ പൊട്ടനെ പോലെ പണിയെടുത്തു. അതെ. നിന്നെ പൊക്കി വിട്ടു പുള്ളി. അതെ. എന്റെ അടുത്ത് പറയും, നീ നാളെ അത് ഇത് ചെയ്ത് നിന്നെ ഞാൻ അസിസ്റ്റന്റ് മാനേജർ ആക്കാന്ന്. നീ അത് കേട്ടെല്ലാം ചെയ്തു. കൊല്ലം പുള്ളി പറയുന്ന എല്ലാം കേട്ട് ചെയ്തു. പുള്ളിയാണ് എല്ലാം കേട്ട് ചെയ്ത്. ലാസ്റ്റ് ഞാൻ എല്ലാവരും പറ്റി കംപ്ലൈന്റ് ചെയ്യും. കാരണം എനിക്ക് വേണമെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യണല്ലോ. നമ്മൾ ക്ഷത്രിയ രക്താണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് ഒരു വിഭാഗം ആൾക്കാരാണ് ആ കമ്പനിയിലുള്ളൂ. ഒരു വിഭാഗം എന്ന് പറയുമ്പോ അതൊന്നും പറയണ്ട. അല്ല കേട്ടോ, നോട്ട് റേസിസം. അല്ല, വിഭാഗം എന്നാ പറയുന്നുള്ളൂ. വിഭാഗം. വിഭാഗം.
അപ്പൊ ആ വിഭാഗത്തുള്ള ആൾക്കാർ മാത്രമാണ്, ആ വിഭാഗം ഒന്നും പറയില്ല. അപ്പൊ അവരുടെ ഇടയിൽ ഞാൻ മാത്രം ഒറ്റയ്ക്കാവും എന്റെ വിഭാഗം. അപ്പൊ ഭയങ്കര സഫറിങ് ആയിരുന്നു. അങ്ങനെ സഫർ ചെയ്ത് പുള്ളി എന്നെ കൂടുതൽ സഫർ ചെയ്യിക്കും. പക്ഷെ ഞാൻ എന്ത് വിചാരിക്കും, എന്റെ ആദ്യത്തെ ജോലിയിലെ കമ്പനിയിലെ ആത്മാർത്ഥത കാരണം ഞാൻ നിറകുടമായി പ്രവർത്തിച്ചു. സോറി, നീ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ നിറകുടമായിട്ട് പ്രവർത്തിച്ചു. മാനേജർ നീ കഴിക്കരുത്. എനിക്ക് വിഷമം കയറി. അപ്പൊ അങ്ങനെ എന്നെ എല്ലാ പണിയും ചെയ്യിപ്പിക്കും, എല്ലാ ഷിഫ്റ്റിനും വിളിക്കും. ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് മാത്രം ഒരു ഉപകാരമില്ല. അവിടെ ബാക്കിയുള്ളവന്മാര് ഒരു പണിയെടുക്കില്ല. കംപ്ലൈന്റ് മൊത്തം എനിക്കായി തുടങ്ങി. സപ്പോർട്ട് നിനക്ക്, നീ എന്ത് പണി ചെയ്താലും നിനക്ക് കംപ്ലൈന്റ്. അതെ, ലാസ്റ്റ് ഞാൻ കംപ്ലൈന്റ് ചെയ്ത് തുടങ്ങി അവരെ പറ്റി. തുടങ്ങി കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. അങ്ങനെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു എനിക്ക്. അവള് പെണ്ണായിരുന്നു. അവൾ എന്റെ അടുത്ത് തന്നെ കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്തു, ദേഷ്യമല്ല ഇളകി. അത് കൊറേ കേൾക്കുമ്പോ നമുക്ക് ഇളക്കം വരും. സോറി, പബ്സ് ഇല്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ചൂടായ സൂപ്പർവൈസർ എടുത്തു എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു അത് ചെയ്തില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവര് സമ്മതിക്കുന്നില്ല. മാനേജറും അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, നിന്നൊക്കെ ആരെ സൂപ്പർവൈസർ ആക്കിയത്, നിനക്ക് അതിനുള്ള എന്ത് യോഗ്യതയല്ലേ. അപ്പൊ അത് വിഷയം വഷളായി. അസിസ്റ്റന്റ് മാനേജർ എന്നെ വിളിച്ചു. ഇല്ല, മാനേജർ പിന്നെ വിളിപ്പിച്ചുള്ളൂ. എന്താണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്നെങ്ങനെ കുറ്റം പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു അത്രയാണ്. അതൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയിപ്പോ എന്റെ അടുത്ത് നാട്ടിൽ വേണ്ടി മുന്നേ എന്റെ കുറെ വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു. അതാക്കാം ഇതാക്കാം, പ്രമോഷൻ, അത് പൊളി. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് ലാസ്റ്റ് എനിക്ക് നാട്ടിൽ പോണം. ഈ വർഷം കഴിഞ്ഞ മാർച്ചിൽ നാട്ടിൽ പോയിപ്പോ അതാക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും നാട്ടിൽ പോവാ, കുറെ കാലം ഇവിടെ വന്നിട്ട് ഇനിയിപ്പൊ നാട്ടിൽ പോകണം. നാട്ടിൽ പോകാണ്ട് പറ്റില്ലാന്ന് പറഞ്ഞു. അപ്പൊ അവർ നീ നാട്ടിൽ പോയിട്ട് വാ, നാട്ടിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാം സെറ്റാക്കാം. നാട്ടിൽ പോയി വന്നു, എല്ലാം സെറ്റാക്കി വന്ന് ഒരു മീറ്റിംഗ് വെച്ചു. നാട്ടിൽ പോയി വന്ന് എല്ലാം സെറ്റാക്കി മീറ്റിംഗ് വെച്ചു. മീറ്റിംഗ് വിളിച്ചപ്പോ ആള് പറഞ്ഞു അസിസ്റ്റന്റ് മാനേജർ ആക്കാം. ഏത് മൂടല്ല പശു അല്ല പക്ഷി. അപ്പോ അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. പാഴ്വാഗ്ദാനായിരുന്നു അത്. എന്താ പാഴ്വാഗ്ദാനം? കടിച്ചാ പൊട്ടാത്ത പാഴ്വാഗ്ദാനമായിരുന്നു. പെട്ടെന്ന് കഴിക്കലല്ല അത്, ഇല്ല താടുക്കും. അപ്പൊ പെട്ടെന്ന് ആക്കാന്ന് പറഞ്ഞ് കൊറേ നിന്റെ മനസ്സിൽ നിന്റെ ഉറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ മാനേജർ മറ്റേ ചെയറിലിരിക്കുന്നു, കറങ്ങുന്നു, പേപ്പറുകൾ നോക്കുന്നു, ആ ഒരു ഇതില്ലേ, ആറ്റിറ്റ്യൂഡ് കയറി വരും സ്വാഭാവികം. എന്റെ സ്വപ്നം കാണും. അതൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴാണ് മനസ്സിലായത് നേര് വെറുതെ ഒരു പാഴ്വാക്കാന്നാണ്. ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി മോട്ടിവേഷൻ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോ നമ്മളാണേലും നമ്മുടെ മുകളിലുള്ളവർ പറയുന്നു അത് ഇത് ചെയ്ത് തരാന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മള് ജോലി ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ നമുക്ക് അത് കിട്ടുമല്ലോ. നമ്മള് പൊസിഷനിലാണല്ലോ മെയിൻ. നമ്മൾ ഇവിടെ വന്നേക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ്. നമ്മൾ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് കയറി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അവസാനം ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എന്തായാലും അവിടത്തെ കഥ സിറ്റുവേഷൻ അങ്ങനെ ഇങ്ങനെ ആക്കി. അപേക്ഷ തന്നിരുന്നു കേട്ടോ നാട്ടിൽ വന്നിട്ട്. പൊടി കൊറേ അപേക്ഷ തന്നു. വിഷമം കൊണ്ടാ, വിഷമം കഴിച്ചു കഴിഞ്ഞാൽ പൊടി മൊത്തം അവിടെ ഇവിടെ അപ്പൊ നാട്ടിൽ വന്നിട്ട് കൊറേ അപേക്ഷ കിട്ടി. അപേക്ഷ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരുത്തൻ, അവനെന്റെ കൈ കിട്ടിയാറുണ്ടല്ലോ, നിന്റെ കൈ കിട്ടിയ അവനോടും നീ ഓടും. അവൻ അടിക്കാൻ പറ്റില്ല, അവൻ ശക്തിമാൻ. അപ്പൊ അവൻ പേടിയാ, എനിക്ക് പേടിയൊന്നുമില്ല. അവനൊരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരാ ഉള്ളത്? ഗോപു അതല്ല, അവൻ എനിക്ക് പണി തന്നു. എപ്പോഴും എനിക്ക് പണി തരില്ല അവര്, ഓരോരുത്തരായിട്ട് എനിക്ക് എപ്പോഴും പണി തന്നുകൊണ്ടിരിക്കും. ഇത് വീണ്ടും വന്നു ഈ സംഭവം. ഞാൻ റെക്കോർഡ് ചെയ്ത് 5-6 വട്ടം ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു, സെയിം ഇഷ്യൂ, സെയിം കംപ്ലൈന്റ്. പിന്നെ എനിക്ക് ദേഷ്യം വന്നു. പിന്നെ ഞാൻ മാനേജർ അടുത്ത് പറഞ്ഞു, കുറെ കാലായി. നേരിട്ട് കയറി ഡയറക്റ്റ് ഫോൺ പറഞ്ഞു ഇത് ശരിയാവില്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം കുറെ നാളായി ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യണത്, എനിക്ക് പറ്റില്ല.
വേഗം സോർട്ട് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കാര്യം. മാനേജറിന് എന്തായി, ഈഗോ അടിച്ചു. ഈഗോ അടിച്ചിട്ട് മാനേജർ എന്റെ അടുത്ത് പറഞ്ഞു, നീയല്ല മാനേജർ, ഞാനാ മാനേജർ, നിന്നെ എന്തിനു കൊള്ളാം, നിന്നെ പണിയെടുക്കാൻ കൊള്ളില്ല, മറ്റേത് മറിച്ച്. അപ്പൊ നിനക്ക് എന്തടിച്ചു? എനിക്കൊരു സാധനം അടിച്ചു. ദേഷ്യല്ലേ? ഒന്നും പപ്സില്ലായിരുന്നു അന്നും ഉണ്ടായത്. അല്ല അപ്പോഴല്ലോ ദേഷ്യം വന്നപ്പോ ഞാൻ എന്താ പണിയെടുക്കാണ്ട്, കാരണം ഞാൻ ഒരൊറ്റ ഷിഫ്റ്റ് ഫുള്ള് നിന്നിട്ട്, അതാണ് ഒറ്റ ഷിഫ്റ്റ് ഫുള്ള് നിന്നിട്ട് ഞാൻ എന്ത് വെച്ചാൽ അവിടെ ചെയ്യേണ്ട ഡ്യൂട്ടി അല്ലാണ്ട് വേറെ ഡ്യൂട്ടി ചെയ്തു. ഇല്ല, വേറെ ഡ്യൂട്ടി. അത് പറയില്ല ഞാൻ എന്താ, അത് ഞാൻ ചെയ്തു. അത് ഞാൻ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞ ഞാൻ മറ്റേ പണിയെടുക്കില്ല. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു ഇതിങ്ങനെ ഞാൻ ചെയ്യുന്നു പിന്നെ എന്താ. അപ്പൊ അതെങ്ങനെ എന്തൊക്കെ ചൊറിഞ്ഞു വന്നിട്ട് ഞാൻ കൈവിട്ട അവസ്ഥയിൽ തരും. നീയും പുള്ളിയോട് അപ്പൊ പുള്ളിയും അപ്പൊ ദേഷ്യപ്പെട്ടു, നീ ദേഷ്യപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാബിനകത്ത് വെച്ചാണോ അതോ പുറത്ത് ഫോണില്? ഓക്കെ. എന്നിട്ട് ഞാൻ ശേഷം പറഞ്ഞപ്പോ അവൻ തിരിച്ചും പറഞ്ഞു തെറി. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞ സീനായി. പിന്നെ ഒരു മറ്റേ കോഫി ഉണ്ടാക്കുന്ന ഷോർട്ട് ഗ്ലാസ്, ഒരു ഷോർട്ട് ഉണ്ട് സ്റ്റിക്ക്, ഇരുമ്പില്ല സ്റ്റീലിന്റെ, ഒറ്റ തെറി, 2 കഷ്ണം. ആ കഷ്ണല്ല ഇരുമ്പ സ്റ്റീല. അപ്പൊ അതെന്താ സൗണ്ട് കേക്കില്ലേ താഴെ വീഴുമ്പോ? കസ്റ്റമേഴ്സ് ഒക്കെ ഇല്ല അവിടെ. ഞാൻ കിച്ചണില്ല, പക്ഷെ സൗണ്ട് കേൾക്കും. ടേറിന് എടാ മോനെ നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ മോന്തടിച്ച് പൊളിക്കുന്നു ഞാൻ പറഞ്ഞു. വെറുതെ ഓളച്ചിരി പറഞ്ഞായി പാവക്ക്. അപ്പൊ വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് ഈ സാധനം എടുത്തിട്ട് ഒറ്റ പറഞ്ഞു. ഇങ്ങനെ ഇതായി അതിനുള്ളൊരു ഷോർട്ട്, അതിന്റെ ഉള്ളൊരു സാധനം ഉണ്ട്, അതൊക്കെ തീർച്ചയായും വളർന്നു. അപ്പൊ അതൊക്കെ സീനായി. ഞാൻ ഇറങ്ങിപ്പോയി. ഇതാണ് ഈ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, അയ്യോ ട്യൂഡല്ല ആ സ്ഥലത്തിന്റെ പേര്, അയ്യോ പറഞ്ഞു പോയി. അപ്പൊ അവിടെ ഇടാൻ പറ്റും. അവിടെ ഇറങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഇങ്ങനെ വിളിച്ചു, ഹലോ വാട്ട് ടു ഡു ചോദിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, എവിടെ തിന്നോ. എന്റേത് എന്താ വെച്ചാൽ ഞാൻ ഫയർ ചെയ്യുമെന്നാ. കാരണം ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ല ഫ്യൂച്ചറിൽ. അതിനു മുമ്പ് എനിക്ക് റിസൈൻ ഇടണം. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ എന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എന്നെ ദേഷ്യം, അതായത് അയാളെ ദേഷ്യം പിടിപ്പിച്ചോണ്ടാണ് അയാൾ തിരിച്ചു പറഞ്ഞതെന്നോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ റിപ്ലൈ കൊടുത്തു, ഞാൻ വിട്ടു. അന്ന് വിട്ട് ആള് തിരിച്ചു വന്നു. തിരിച്ചു വന്ന സമയത്ത് ഞാൻ ആളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞോണ്ടാണ് എനിക്ക് ഇതായത്, അല്ലാണ്ട് എനിക്ക് വേറെ വ്യക്തിപരമായിട്ടൊന്നുമില്ല പറഞ്ഞു. കാരണം എന്താ എനിക്ക് പുള്ളി പറഞ്ഞു അങ്ങനെ ആരെയും പറ്റി കംപ്ലൈന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും. അപ്പൊ എനിക്ക് മനസ്സിലായി. ഓക്കെ പറഞ്ഞു പോന്നിട്ടുണ്ടോ അവൻ എനിക്ക് അവേഴ്സ് കുറച്ച്. അപ്പൊ ഇളകി വീണ്ടും ഇളകി. അപ്പൊ എന്ത് ചെയ്തു? ലാസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ എടുത്തു. എന്താണ് അതോടെ പറ. ലാസ്റ്റ് സ്റ്റെപ്പ് കഴിയ കാരണം പ്രശ്നമല്ല. അവിടെ ഉണ്ട് ഏട്ടനുള്ളൂ. ഇനി ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കില്ലേ? ഡിപ്രഷൻ അല്ല, വെറുതെ അത് അറിയാണ്ട് പറഞ്ഞ ഡിപ്രഷൻ ഒന്നല്ല കേട്ടോ. ഡിപ്രഷൻ അടിച്ചിരിക്കാൻ നമ്മളെന്ത്? അതെ ഡിപ്രഷൻ പബ്സ് കഴിക്കില്ലേ? ഡിപ്രഷനിലേക്ക് പോകത്തില്ല. പബ്സ് കഴിച്ച് ഡിപ്രഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്രഷൻ അല്ല. 2 കമ്പും കോലുമായിട്ടായിരിക്കണം, എന്നിട്ട് ഡിപ്രഷൻ ഇല്ല. ഡിപ്രഷൻ ഒന്നും എനിക്ക് രോമത്തിലേച്ചില്ല. അപ്പൊ കൊടുത്തു. എന്ത് ചെയ്തു? ഫൈനലി അത് നടന്നു. ഞാൻ റിസൈൻ കൊടുത്ത് മാനേജറെ വലിച്ചെറിഞ്ഞു. തെറി വിളിച്ച് ഞാൻ ഇറങ്ങി സുഹൃത്തുക്കളെ. അതാണ് അതെ, എല്ലാരും ഡ്രീമാ, ബക്കറ്റ് ലിസ്റ്റിലുള്ള എനിക്കറിയാം. കാരണം എല്ലാവരും മാനേജറെ തെറി വിളിച്ചിട്ട് ഒന്ന് ഇറങ്ങി പോരുകയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇല്ലാത്ത, പക്ഷെ അതൊരു അന്തസ്സാണെങ്കിലും ജോലി ഇല്ലാണ്ടിരിക്കും വലിയ സുഖമില്ല കേട്ടോ. എല്ലാരും ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. അതെ, അത് കഴിഞ്ഞിട്ട് ജോലിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതോടെ ചിന്തിക്കണം. നമ്മൾ വേറെ എവിടെയെങ്കിലും ഒന്ന് കണ്ടുവച്ചിട്ട് ചീത്ത വിളിച്ചാലും നമ്മുടെ മെക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പറയാനുള്ളത് അത്രേ ഉള്ളൂ. നമ്മള് ചുമ്മാ അങ്ങോട്ട് കയറി ആരും ചീത്ത വിളിക്കാനൊന്നും നമ്മുടെ ഭാഗത്തല്ല തെറ്റ്. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ നേരത്തെ ഇത്രയും ചെയ്യിപ്പിച്ചിട്ടും ലാസ്റ്റ് ഇങ്ങനെ വരുമ്പോ ചോറില്ല എന്ന് പറഞ്ഞ ആർക്കാലും ദേഷ്യം വരും. അതാണ് സംഭവിച്ചത്. അതെ, അവൻ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ടോക്സിസിറ്റി. ഓക്കെ, അതിപ്പോ റിലേഷൻഷിപ്പിൽ മാത്രല്ല ഇതിൽ. പക്ഷെ കാര്യം പറയാനുണ്ട്, എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാ. കഥയാണോ? നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് അല്ല, ഇത് കുഞ്ഞീതാ. അതിന്റെ എന്റെ ഫ്രണ്ട് പറഞ്ഞു, ആ ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യുന്നില്ല. ആ ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്കാരിയുടെ ഫ്രണ്ട്ഷിപ്പിൽ ടോക്സിസിറ്റി ഉണ്ട്. അതായത് ചില ടോക്സിറ്റി എങ്ങനെയാ അറിയോ? നമ്മളിപ്പോ ഡ്രസ്സ് ഇട്ടു, അതുണ്ടാവും. അപ്പൊ ഡ്രസ്സ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരുടെ എന്താ പറയാ അറിയോ? പുള്ളിക്കാരൻ തമാശയാട്ടോ വിളിച്ച് പറയാ, ഓണത്തിന് എന്താടുന്നേ? അപ്പൊ പറഞ്ഞു സാരി എടുക്കുമ്പോ ഷോൾഡർ ഇട്ടോ. എന്താ
ഇതൊക്കെയാണ് ടോക്സിറ്റി. നടന്ന സംഭവമാണോ? ആണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇത് പറയാൻ പറഞ്ഞു വീഡിയോയില്. എനിക്ക് ഓടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് ഓടിയാനെ. അല്ല ഇത് പറഞ്ഞു ഷാൾ ഇടാൻ പറഞ്ഞു എല്ലാത്തിനും. അപ്പൊ ഓർത്ത് സാരി എടുക്കാൻ പറഞ്ഞപ്പോ ഷാൾ ഇടണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞാട്ടെ എനിക്കറിയില്ല ഇനി ഇതിന്റെ ഒപ്പം ഷാൾ എങ്ങനെയാന്ന് എനിക്കറിയാം. പറയട്ടെ കഴിഞ്ഞില്ല. അപ്പൊ അത് പെട്ടെന്ന് പുള്ളിക്കാരി അപ്പൊ ഇത് എടുത്ത് മറ്റേ ഇടേണ്ടതാണ് സ്റ്റോറി. എന്റെ അടുത്ത് പറഞ്ഞതാ ഇങ്ങനെ വീഡിയോയില് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് ഇടാൻ ആദ്യമേ പറയണ്ടായിരുന്നോ? സമയണ്ടേ എന്നാ പറയണ്ടേ, ഇത് ആദ്യം പറഞ്ഞ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ ഞാനത് പറഞ്ഞിരിക്കയാണ് ടോക്സിറ്റിനെ പറ്റിയിട്ട്. അതെന്തായാലും ഇപ്പൊ എടുത്ത് ഇടണം. ബാക്കിയുള്ളത് ഞാൻ മറന്നുപോയി, അതുകൊണ്ട് മറക്കല്ലേ, മറക്കരുത്. അതിന് വേണ്ടി മാത്രം പറഞ്ഞാണ്. അപ്പൊ ഇങ്ങനെ ടോക്സിക് നിമിഷങ്ങൾ വന്ന് എന്ത് ചെയ്യാ, ഡിപ്രഷൻ അല്ല കേട്ടോ ടോക്സിക്. ഇങ്ങനെ അതെ വിഷമം. അതെ നമുക്കിപ്പോ കിട്ടിയത് പപ്സ് ആണ്. പപ്സ് എടുത്ത് അല്ല പപ്സ് കഴിക്കാം, കഴിച്ചാൽ മതി. പൊടി ലൈം. അപ്പൊ എന്നെ പരിപാടി നമുക്ക് ഓടാം. ഇപ്പൊ ഇവിടെ നിർത്തിയിട്ട് എപ്പിസോഡിൽ വരാം. ഇനി ഞങ്ങള് മാക്സിമം വീക്കിൽ ട്രൈ ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്കൊരു സിറ്റുവേഷൻ മോശമായിരുന്നു, അത് എന്റെ കഥകൾ പിന്നെ നമ്മൾ പറയാന്ന് പറഞ്ഞാൽ പിന്നെ പറയാം. മോശമായാലും പിന്നെ നീ ഇപ്പൊ ഒരു പണി എനിക്ക് മതിയായില്ലാന്നേ, അടുത്ത ആഴ്ച പറയാം. സമയമുണ്ടല്ലോ, നമുക്ക് അടുത്ത ആഴ്ച പറയാം. ഒരു പണിയേ, നീ ഓടാ, എനിക്ക് ഓടാൻ പറ്റില്ല. ഞാൻ ഓടാം. പ്ലേറ്റ് എടുക്കണ്ടേ? പ്ലേറ്റ് എല്ലാം എടുത്തോണ്ട് പോകും. 3, 2, 1 ഓടിക്കോ.